രാവിലെ മാത്രം ബ്രഷ് ചെയ്യുന്നവരിൽ അവർക്ക് ബ്രഷ് ചെയ്യുന്നതും ബ്രഷ് ചെയ്യാതിരിക്കുന്നതും ഒരേപോലെയാണ്. ഞാനൊരു വീഡിയോയിൽ കാണാനിടയായി രാവിലെ പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു കാര്യം. ഫിറ്റായിട്ടുള്ള ബോഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യമുള്ള പല്ലുകൾ. ഒരുപാട് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുമെന്നും കേട്ടിട്ടുണ്ട്. പേസ്റ്റിന്റെ റോള് സെക്കൻഡറിയാ, ബ്രഷിന്റെ റോളാണ് പ്രൈമറി. വായ്ക്കുള്ളിലെ സർജറികളൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എൻ്റെ സ്പെഷ്യാലിറ്റി ഇസ് മാക്സിലോഫേഷ്യൽ സർജറി. അത് ഡെന്റിസ്ട്രിയിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അനവധി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എങ്ങനെയാണ് പ്രായമായവരിൽ ഇങ്ങനെ ഒറിജിനലായിട്ട് തോന്നുന്ന രീതിയിൽ പല്ലുകൾ വെക്കാൻ സാധിക്കും? അതായത് വെപ്പുമില്ല, നമ്മളത് ഊരി രാത്രി വെള്ളത്തിലിട്ട് വെക്കും. അതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ഫിക്സ് ടീത്തിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും അതിനുണ്ടാവില്ല. മുഖത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വാ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം. അപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമുക്ക് സർജറിയിലൂടെ മാറ്റാം. തീർച്ചയായിട്ടും സാധിക്കും. ചിലർക്ക് താടിയെല്ല് അകത്തേക്ക് ഇരിക്കും, ചിലർക്ക് പുറത്തേക്ക് ഇരിക്കും, നീണ്ടിരിക്കും. ചിലർ ആക്സിഡന്റിൽ താടിയെല്ല് ഒടിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിൽ പല്ലുകളുടെ ആരോഗ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പല്ലുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത് ഡോക്ടർ പ്രശാന്ത് പിള്ളയാണ്. നമസ്കാരം. നമസ്കാരം. പല്ലുകളുടെ ആരോഗ്യം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. എങ്ങനെയാണ് പല്ലുകൾ സംരക്ഷിക്കാൻ സാധിക്കുക? പല്ലുകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഉപമ ഉപയോഗിക്കാറ്. നമ്മളുടെ ശരീരം ആണ് നമ്മുടെ വീട്. നമ്മൾ താമസിക്കുന്ന വീട് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരമാണ്. അപ്പോൾ ആ വീടിൻ്റെ ഡ്രോയിങ് റൂമാണ് വായ. അപ്പോൾ ഈ ഡ്രോയിങ് റൂമിൻ്റെ ഉള്ളിൽ 32 ആൾക്കാർ ജോലി ചെയ്യുന്നു. മുകളിലത്തെ നിലയിൽ 16 പേര്, താഴത്തെ നിലയിൽ 16 പേര്. മുമ്പിലുള്ളവർ റിസപ്ഷൻ കമ്മിറ്റി, ബാക്കിലുള്ളവർ ബാക്ക് ഓഫീസ് വർക്കേഴ്സ്. നാവാണ് PRO, 2 ജോയിൻസ് ആണ് മാനേജേഴ്സ്. ഇവരെല്ലാവരും തമ്മിൽ ഒത്തൊരുമയോടുകൂടെ പണിയെടുക്കണം. ഇവരുടെ സംരക്ഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് ട്വൈസ് എ ഡേ ബ്രഷിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. The right food, and also visit your dentist once in 6 months or at least once a year, just for a checkup. ഇതാണ് ഞാൻ സാധാരണ പറയുന്ന കാര്യങ്ങൾ പല്ലുകളുടെ ആരോഗ്യത്തിനായി. അപ്പം പല്ല് തേക്കുക എന്നുള്ളതാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടതെന്നാണ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്നത്. ഞാനൊരു വീഡിയോയിൽ കാണാനിടയായി രാവിലെ പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു കാര്യം. ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഈ പല്ല് തേക്കുക എന്ന് പറയുന്നത് ബേസിക്കലി പല്ല് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, ഇപ്പോൾ ഒരാളെ എപ്പോഴാണ് കുളിക്കുന്നത് ചെളിയിൽ, പകൽ മുഴുവൻ ചെളിയിൽ നടന്ന് അല്ലെങ്കിൽ വിയർപ്പായി, ഇത് കഴിഞ്ഞ് രാത്രി നമ്മൾ വീട്ടിൽ വന്ന് കയറി ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ച് വൃത്തിയായിട്ടാണ് നമ്മൾ കഴിക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും. ഇത് കഴിഞ്ഞാൽ ആ ഉറങ്ങുന്ന അത്രയും സമയം നമ്മുടെ ശരീരം വൃത്തിയായി തന്നെ ഇരിക്കുകയാണ്. പിന്നെ രാവിലെ എണീറ്റിട്ട് ഒന്നുകൂടെ കുളിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ അതേസമയം രാവിലെ മാത്രം കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ അഴുക്ക് പോകുന്നു, അപ്പം തന്നെ പിന്നെയും തിരിച്ച് അഴുക്ക് വരികയാണ് എന്ന് പറയുന്ന പോലെയാണ് ബ്രഷ് ചെയ്യുന്നവരുടെ അവസ്ഥയും. രാവിലെ മാത്രം ബ്രഷ് ചെയ്യുന്നവരിൽ അവർക്ക് ബ്രഷ് ചെയ്യുന്നതും ബ്രഷ് ചെയ്യാതിരിക്കുന്നതും ഒരേപോലെയാണ്. രാത്രി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ നമുക്ക് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ പല്ല് വൃത്തിയായിരിക്കും. അപ്പോൾ അത്രയും സമയം ബാക്ടീരിയൽ ആക്ടിവിറ്റി കുറയും. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനും ഡീക്കെ വരാനുമുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ബ്രഷ് ചെയ്യേണ്ടത് ശരിക്കും രാത്രിയാണ്. പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യേണ്ടത് രാത്രിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം ഉറങ്ങും. ഇന്നത്തെ കാലത്ത് വേറൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, IT മേഖലയിൽ രാത്രി പകലെന്നില്ലാത്ത രീതിയിലാണ് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, എപ്പോഴാണോ ഉറങ്ങുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ബ്രഷ് ചെയ്യുക. നമ്മൾ 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുന്നു എന്ന് നമ്മൾ കരുതുന്നു. അത് കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബ്രഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പല്ല് വൃത്തിയായി. അപ്പം അത്രയും സമയം പല്ല് വൃത്തിയായിരിക്കും. ഇതാണ് അതിൻ്റെ എസെൻസ്. ഇത് കഴിഞ്ഞാൽ നാക്ക് പിടിക്കുകയും വേണം. പല്ല് ഇപ്പോൾ വൃത്തിയാക്കുന്നതിൽ പേസ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമെന്നും കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ പറ്റി പറയാം? 2-3 കാര്യങ്ങളാണ് അതിൽ. ബ്രഷിനൊരു വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ ബ്രഷ് എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഞങ്ങളെല്ലാവരും പറയുന്നത് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാവൂ,
അപ്പോൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബ്രിസിൽസ് വളഞ്ഞ് പല്ലുകളുടെ ഇടയിൽ പോയി അത് വൃത്തിയാക്കും. പേസ്റ്റിൻ്റെ റോള് സെക്കൻഡറിയാണ്, ബ്രഷിൻ്റെ റോളാണ് പ്രൈമറി. അപ്പോൾ ബ്രഷ് കറക്റ്റായിട്ടുള്ള ബ്രഷായിരിക്കണം. ബ്രഷ് ബെൻഡ് ചെയ്ത് പല്ലുകളുടെ ഇടയിലും ഒക്കെ പോയി അത് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാവൂ. പിന്നെ പേസ്റ്റ് എപ്പോഴും നമ്മൾ റെഗുലർ പേസ്റ്റ്, ജെൽ പേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അതിൽ ഫില്ലർ പാർട്ടിക്കിൾസ് കൂടുതലാണ്, അതിന് അബ്രേസീവ് ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നോർമൽ റെഗുലർ പേസ്റ്റ് ഉപയോഗിക്കുക. അത് വെച്ച് ശാസ്ത്രീയമായിട്ടുള്ള ബ്രഷിങ് രീതികൾ എല്ലാ മേഖലകളിലുള്ള ഇപ്പോൾ പല വെബ്സൈറ്റ്സിലും യൂട്യൂബിലൊക്കെ ബ്രഷിങ് ടെക്നിക്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. അല്ലാതെ പലപ്പോഴും പലരുടെയും ധാരണ ഈ കോൺക്രീറ്റ് തറ തേച്ച് കഴുകുന്ന മാതിരി ഒരു വയർ ബ്രഷ് ഇട്ട് തേച്ച് കഴുകിയിരുന്നു പണ്ട് കാലത്ത്. അതേപോലെ റഫായിട്ടുള്ള മറ്റേ ഹാർഡായിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ തേഞ്ഞു പോകും. ഇന്നിപ്പോൾ ഇലക്ട്രിക് ബ്രഷുകൾ വന്നു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണ്? ഇലക്ട്രിക് ബ്രഷ് ഞാൻ നോർമലി എൻകറേജ് ചെയ്യാറില്ല. ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ, ഇഫ് ഹീ ഈസ് ഫിറ്റ് ഫിസിക്കലി, ഇഫ് ഹീ ഈസ് ഏബിൾ ടു, ഇഫ് ഹി ഹാസ് നോ ഡെക്സ്റ്റിറിറ്റി ഇഷ്യൂസ്, അതായത് കൈക്ക് ബലക്കുറവോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോർമൽ ബ്രഷ് മതി. എന്താ കാരണം? വെറുതെ ബ്രഷിങ് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ഹാൻഡ് കോർഡിനേഷനും കൂടി ഉണ്ട് അതിൽ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഫോണുകളും ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ കാൽക്കുലേറ്ററും ഫോണും ഒക്കെ ആയി ആർക്കും ഇപ്പോൾ പെരുക്കപ്പട്ടിയൊന്നും ആർക്കും ഓർമ്മയില്ല. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരിക. അപ്പോൾ നമ്മൾ ബ്രെയിനിന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി വേണം. അതിന് തീർച്ചയായിട്ടും ബ്രഷിങ് ഹെൽപ്സ് ഇൻ എ ബിഗ് വേ. എന്നുവെച്ചാൽ ബ്രഷിങ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നോക്ക് ആൻഡ് കോർണർ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ബ്രഷ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷിംഗ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ ആർക്കാണ് ഈ പവർ ബ്രഷ് വേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര ബിസി ബോഡീസ് ഉണ്ട് ചിലർ. അവർക്കൊന്നും എന്നും ചിന്ത മാത്രമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും അവരവരുടെ വർക്ക് ലൈഫിനെ പറ്റിയൊക്കെയുള്ള കൺഫ്യൂഷൻസും എല്ലാമായിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബ്രഷിങ് ചിലപ്പോൾ അഡ്വേഴ്സ് ആവും. അങ്ങനെയുള്ളവർക്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു കാറ്റഗറി, ഇപ്പോൾ അസിസ്റ്റഡ് ആയിട്ട് ഓറൽ ഹൈജീൻ വേണ്ടവർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, അയാൾക്ക് സ്വയം ബ്രഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ രണ്ടാമതൊരാൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ പവർ ബ്രഷ് ഉപയോഗിക്കാം. അതാണ് ഞാൻ നോർമലി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ സ്വയം ബ്രഷ് ചെയ്യുന്നതാണ് നല്ലത്, റെഗുലർ ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഇപ്പം ഒരു പ്രായം പരിധി കഴിഞ്ഞാൽ പിന്നെ പല്ലിൻ്റെ ആരോഗ്യമൊന്നും അങ്ങനെ ആരും നോക്കാറില്ല. ഒരു 50+ ആയി കഴിഞ്ഞാൽ പല്ലിപ്പോൾ കൊഴിഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല. ഇപ്പം നമ്മളിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു എന്നൊരു ചിന്തയാണ്. ഈ ഒരു 50 വയസ്സിന് ശേഷമുള്ളവരുടെ പല്ലിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഡേന പറഞ്ഞ പോലെ പലരുടെയും ധാരണ 50 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് പ്രായമായി, ഇനി എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളൊരു ധാരണയാണ്. യഥാർത്ഥത്തിൽ അവർ ജീവിക്കേണ്ടത് 60 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എന്താ കാരണം? അവരുടെ പ്രാരാബ്ധമൊക്കെ കഴിഞ്ഞു, അവരുടെ മക്കളൊക്കെ ഒരുമാതിരി പ്രായം എത്തി, അവരവരൊക്കെ സെറ്റിൽഡായി, അവരവരുടെ ജോലിയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാണും, റിട്ടയർമെൻറ്റിൻ്റെ സമയമായി കാണും. അപ്പോൾ ഇനി സ്വയം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ളൊരു അവസരമാണത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ല ആരോഗ്യവും വേണ്ടത്, നല്ല പല്ലുകളും വേണ്ടത്. അപ്പോൾ അപ്പോഴത്തേക്ക് പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? വളരെ വേഗം വാർദ്ധക്യത്തിലേക്ക് പോകും. അപ്പം നമുക്ക് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിലാണ്. ആ യൂത്ത്ഫുൾനെസ് നമ്മുടെ മനസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റായിട്ടുള്ളൊരു ബോഡി വേണം. ഫിറ്റായിട്ടുള്ള ബോഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യമുള്ള പല്ലുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള പല്ലും വായും അതിൽ സുപ്രധാനമാണ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ റെഗുലർ ഡെൻറ്റൽ ചെക്കപ്പിന് പോകുന്നവരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ പല്ലുകൾ കൊഴിഞ്ഞു പോവുക, പല്ലിന് കേടുവരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇനി അഥവാ അങ്ങനെ ചിലർക്ക് ജനറ്റിക്കായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രെഡിലിക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവരിൽ നമ്മൾ തീർച്ചയായിട്ടും വെപ്പുപല്ല് വെക്കാനായിട്ടുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. പല്ലുകളില്ലാത്തവരിൽ പല്ലുകൾ വെക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ മോണരോഗങ്ങളും മറ്റ് പല രോഗങ്ങളും ഉള്ളവരിൽ അത് ചികിത്സിച്ച് ഭേദമാക്കി നമുക്ക് വെക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി രീതികളുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ കോംപ്ലിമെൻ്റ് ഓഫ് ടീത്ത് നമുക്ക് വായിലുണ്ടാവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ചവയ്ക്കാനും ചിരിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് നമുക്ക് വളരെ പ്രധാനമാണ് പ്രോപ്പറായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത്. ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവച്ചരച്ച് കഴിക്കണം.
ഡൈജഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് തുടങ്ങുന്നത് വായിലാണ്. അപ്പോൾ അതിന് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ പർപ്പസ് ഇസ് ഡിഫീറ്റഡ്. ഇപ്പം പ്രായമായവരിൽ നമ്മളിപ്പം പല്ലൊക്കെ ഒരുപാട് പേരുടെ കൊഴിഞ്ഞു പോകുന്നത്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വെപ്പുല്ലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്, ഇന്ന് അതിലും വലിയ ടെക്നിക്കുകളൊക്കെ വന്നു. എങ്ങനെയാണ് പ്രായമായവരിൽ ഇങ്ങനെ ഒറിജിനലായിട്ട് തോന്നുന്ന രീതിയിൽ പല്ലുകൾ വെക്കാൻ സാധിക്കുക? പണ്ട് പല്ലുകൾ പോയി കഴിഞ്ഞാൽ ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ചെയ്തിരുന്നത്. അതായത് വെപ്പുപല്ല് നമ്മളത് ഊരി രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കും. അതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ നമ്മുടെ നാച്ചുറൽ ഫിക്സ് ടീത്തിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും അതിനുണ്ടാവില്ല. അത് മാത്രമല്ല അത് ബോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല ഒരു കാരണവശാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖമെല്ലാം ചുളുങ്ങി കുഴിഞ്ഞു പോവും. അതിനെ നമ്മൾ ഫേഷ്യൽ കൊളാപ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫിക്സ്ഡായിട്ട് പല്ലുകൾ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ബ്രിഡ്ജ് വർക്ക് എന്ന് പറയാം. അതായത് എക്സിസ്റ്റിംഗ് നല്ല പല്ലുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നമുക്ക് ക്രൗൺസ് ഉപയോഗിച്ച് നമുക്ക് ആ ഇല്ലാത്ത പല്ല് നമുക്ക് വയ്ക്കാൻ സാധിക്കും. അതൊരു ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്ക്, നമുക്ക് പല്ലുകൾ തീരെ ഇല്ല, ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താടിയെല്ലിലേക്ക് ചില ടൈറ്റേനിയം സ്ക്രൂസ് ഉപയോഗിച്ച് ഘടിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് പല്ല് വയ്ക്കാം. ബേസിക്കലി പൈലടിച്ച് കെട്ടണം പണിയുന്ന പരിപാടി. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? എങ്ങനെ, എന്താണ് അതിന്റെ? അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഒരു പല്ലെടുക്കാനായിട്ട് നമ്മൾ അനസ്തീസിയ കൊടുത്ത് പല്ലെടുക്കുന്നു. ഇത് അതിൻ്റെ നേരെ റിവേഴ്സാണ്. അതേ അനസ്തീസിയ തന്നെ കൊടുത്ത് നമ്മൾ ടൈറ്റേനിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ഡിസൈൻസിലുള്ള സ്ക്രൂസ് അവൈലബിൾ ആണ്. അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മാനിക്കുന്ന സ്വിസ് ആൻഡ് ജർമ്മൻ ഇംപ്ലാൻസാണ് ഞാൻ അതിന് ഡെൻറ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുക. ഇംപ്ലാൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, അതിന് ഇമേജിങ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളത് പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് പല്ല് വയ്ക്കാം. വളരെ ഭംഗിയായിട്ട് പേഷ്യൻറ്റിന് നോർമൽ ടീത്ത് ഉപയോഗിച്ച് ചവയ്ക്കുന്ന പോലെ ചവയ്ക്കാനും ചിരിക്കാനും ഒക്കെ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം വായ്ക്കുള്ളിലെ സർജറികളൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് വായ്ക്കുള്ളിലാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് വായ്ക്കുള്ളിലെ സർജറീസ് ഒക്കെ നടത്തുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ്? ഇപ്പം എൻ്റെ സ്പെഷ്യാലിറ്റി ഇസ് മാക്സിലോഫേഷ്യൽ സർജറി. അത് ഡെൻറ്റിസ്ട്രിയിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അനവധി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് മാക്സിലോഫേഷ്യൽ സർജറി. അപ്പോൾ മാക്സിലോഫേഷ്യൽ സർജൻസ് ആണ് മിക്കവാറും സർജറീസ്, വായയും പല്ലും മോണയും പിന്നെ താടിയെല്ലും എല്ലാം സംബന്ധിച്ചിട്ടുള്ള സർജറി ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സർജറീസ് എല്ലാം ചെയ്യുന്നത് മാക്സിലോഫേഷ്യൽ സർജൻസാണ്. അപ്പോൾ ഞങ്ങളുടെ മേഖലയിൽ താടിയെല്ലിലുള്ള വൈരൂപ്യങ്ങൾ, ഇപ്പോൾ ചിലർക്ക് താടിയെല്ല് അകത്തേക്കിരിക്കും, ചിലർക്ക് പുറത്തേക്കിരിക്കും, നീണ്ടിരിക്കും, ചിലർക്ക് ചരിഞ്ഞിരിക്കും, ചിലർക്ക് ജോയിൻറ്റിൽ ഡിഫക്ട്സ് ഉണ്ടാവും, ചിലർക്ക് മൂക്കിന് ഡിഫക്ട്സ് ഉണ്ടാവും, പിന്നെ ചിലർ ആക്സിഡൻറ്റിൽ താടിയെല്ല് ഒടിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് സിസ്സും ട്യൂമേഴ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ചിലർക്ക് പല്ലുകൾ ഉള്ളിൽ ഇമ്പാക്റ്റഡ് ആയിട്ട് ഡീപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അപ്പോൾ അത് സർജിക്കലിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർജറി ചെയ്യും. അപ്പോൾ ഈ സർജറി നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യാം. ലോക്കൽ അനസ്തീസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് മരവിപ്പിച്ച് ആ ഭാഗം മാത്രം ലോക്കൽ, അതായത് ആ ഭാഗം മാത്രം അനസ്തറ്റൈസ് ചെയ്തിട്ട് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇനി കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടപ്പോൾ ലോക്കൽ അനസ്തീസിയ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. പേഷ്യൻറ്റിന് പൂർണ്ണമായിട്ട് നമുക്ക് വേദനയില്ലാത്ത രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജനറൽ അനസ്തീസിയയിൽ ചെയ്യണം. അതിന് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്ത് നോർമൽ സർജൻസ് ചെയ്യുന്ന പോലെ ജനറൽ അനസ്തീസിയ കൊടുത്ത്, അത് പലപ്പോഴും നേസോ എൻഡോട്രക്കിയൽ അനസ്തീസിയ, അതായത് നേസോ എൻഡോട്രക്കിയൽ മൂക്ക് വഴി ഒരു ട്യൂബ് ഇട്ടിട്ടാണ് നമ്മൾ അനസ്തീസിയ ചെയ്യുക. എന്താ വെച്ചാൽ വായിലേക്ക് നമുക്ക് ട്യൂബ് ഇടാൻ പറ്റില്ല. അപ്പം നേസോ എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടിട്ട് നമ്മൾ അനസ്തീസിയ കൊടുത്ത് നമ്മൾ വായിലുള്ള സർജറി എല്ലാം ചെയ്യും. അങ്ങനെയാണ് പതിവ്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈരൂപ്യമുള്ളവരുടെ വൈരൂപ്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ. മുഖത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വാ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമുക്ക് സർജറിയിലൂടെ മാറ്റാം. തീർച്ചയായിട്ടും സാധിക്കും.